ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എൻ.ഡി.എയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിൽ, മോദിയുടെ സാന്നിധ്യത്തിൽ, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, രാജ്നാഥ് സിംഗിനെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അമിത്ഷായുടെയൊക്കെ സാന്നിധ്യത്തിൽ പത്രികാ സമർപ്പണം. വിവരങ്ങൾ ബൽറാം. റിജിത്ത്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ ഉന്നത നേതാക്കൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കൂടാതെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അടക്കമുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പായി എൻ.ഡി.എയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയും ആ യോഗത്തിൽ സി.പി. രാധാകൃഷ്ണൻ പങ്കെടുക്കുകയും ചെയ്തത്. തുടർന്ന് പിന്നീട് നേരത്തെ തന്നെ നിശ്ചയിച്ച സമയക്രമത്തിൽ തന്നെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഈ എല്ലാവരും ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ ഐക്യകണ്ഠമായി ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കണമെന്ന ആഹ്വാനം പ്രതിപക്ഷത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചിരുന്നെങ്കിലും അത് പ്രതിപക്ഷം തള്ളുകയാണ് ഉണ്ടായത്. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് രാവിലെ ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ അവതരിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ സഖ്യത്തിന് പുറമേ നിന്നുള്ള വോട്ടുകളും ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് ഉണ്ട്. പ്രത്യേകിച്ചും YSR കോൺഗ്രസിന്റെ പിന്തുണ ആന്ധ്രയിൽ നിന്നുള്ള ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കുമെന്ന് കണക്കുകൂട്ടിയിരുന്നെങ്കിലും എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് YSR കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.